അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്നും പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം അതിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അല്ല സിന്ധു വെച്ച് എന്താണ് നിങ്ങൾ ഇങ്ങനെ വലിഞ്ഞു കയറിയത്? നിങ്ങളെ കുറിച്ചുള്ള വ്ളോഗല്ല, നിങ്ങൾ എയറിൽ തന്നെ തുടരുക. ഇത് ഓസിമോളെ കുറിച്ചും ഓസിമോൾക്കും അശ്വിൻ ഗണേശനും എയറിൽ പോകാൻ വേണ്ടിയുള്ള ഒരു വ്ളോഗാണ്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. അതേ ഏറഞ്ഞിട്ടുളവാക്കുന്ന രാജ്യം നടുങ്ങുന്ന സംഭവങ്ങളാണോ നടന്നിരിക്കുന്നത്? വളരെ വിശദമായി പരിശോധിക്കാം. അതേ യൂട്യൂബിൽ മറ്റെവിടെയും കണ്ടന്റ് ഇല്ലെങ്കിലും കെ ഫാമിലിക്ക് കൈ നിറയെ കണ്ടന്റുകളാണ്. കൈ നിറയെ കണ്ടന്റുകൾ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായത്, ഏറ്റവും വലിയ വിവാദമായത് ഓമിയുടെ ബർത്ത്ഡേക്ക്, അതായത് കെ ഫാമിലിയിലെ നമ്മൾ നെഞ്ചിലേറ്റിയ ഓസിമോളുടെ മകന്റെ ബർത്ത്ഡേക്ക്, അശ്വിൻ എന്ന് പറയുന്ന ഒരു പഹയന്റെ മകന്റെ ബർത്ത്ഡേക്ക് അശ്വിന്റെ അമ്മയായ മീനമ്മയും ഓന്റെ വാപ്പയും ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ഓല് വന്നില്ല എന്നുള്ളത് ഏറെ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും കണ്ടത്. അതായത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതായത് പ്രേക്ഷകർ ചോദിക്കുന്നത് തങ്ങളുടെ പേരക്കുട്ടിയുടെ ആദ്യ ബർത്ത്ഡേ ആയിട്ട് കൂടി ആ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ നെഞ്ചിലേറ്റാൻ വരാതിരുന്നത്? വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതിനൊക്കെയുള്ള ഉത്തരം ഏറ്റവും ഒടുവിൽ ഓസിമോള് തുറന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. 1 by 1 ആയിട്ട് വീഡിയോ വരട്ടെ. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പകയമാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു OC ടോക്കീസ്. ഒരു ഗ്രാൻഡ് വെൽക്കം ആണ്. കാരണം കുറച്ച് നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് ഞാനും കുറച്ച് തിരക്കും OCയുടെ മാർക്കറ്റിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ആലോചിക്കുക, ഓസിമോൾ പറയുന്നത് ഓസിമോള് വലിയ തിരക്കിലായിരുന്നു. OCയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി തിരക്കിലായിരുന്നു. അതായത് തൻ്റെ കുടുംബത്തിലെ ഇത്രയും അധികം ആളുകൾ ഒരേ സമയം എയറിൽ പോയി എയറിൽ നിന്ന് എയറിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടും അതൊന്നും ഓസിമോൾ അറിഞ്ഞില്ലെന്നാണോ? അമ്മൂമ്മയുടെയും ഭരണിപ്പാട്ട്, അമ്മൂമ്മയുടെ വസ്ത്രം അടിച്ചു മാറ്റിയ സിന്ധു ചേച്ചി എയറിൽ നിന്ന് എയറിലേക്ക് നിരനിരയായി പോയിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഇതിന് ഓസിമോൾക്ക് സാധിക്കുന്നത്? ഏറെ ഞെട്ടുളവാക്കുന്ന സംഭവം തന്നെയാണ്. അല്ല ഓസിമോളെ ഒന്ന് ചോദിച്ചോട്ടെ, അതായത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അശ്വിന്റെ മാതാപിതാക്കൾ മീനമ്മ അല്ലെങ്കിൽ മീനപ്പൻ, അശ്വിന്റെ ബാപ്പയടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഓമിയുടെ ബർത്ത്ഡേക്ക് വരാതിരുന്നത്? വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഓസിമോളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്ന ആളുകൾ, അതായത് ആദ്യത്തെ ബർത്ത്ഡേ ആണ്, അതിന് മുമ്പ് ബർത്ത്ഡേ ഉണ്ടായിരുന്ന അറിയില്ല, ബർത്ത്ഡേക്ക് വരുന്ന ആളുകൾ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ല. ഓമിയെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു തരാൻ മടിക്കുന്ന ചില കള്ള ഹമക്കുകളെ ഭയന്നിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ നടത്തായിരുന്നത്. അതായത് ഇവരുടെ ബർത്ത്ഡേക്ക് സാധാരണ നിലയ്ക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ ഒന്ന് മീനമ്മ, പിന്നെ മീനപ്പൻ, പിന്നെ ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ഇവരുടെ പറഞ്ഞ ഇളയ കുട്ടികളുടെ ക്ലാസ്മേറ്റ്സ്, അങ്ങനെയൊക്കെ ചില ആളുകൾ വന്ന് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് വരാറുള്ളത്. അല്ല നരേന്ദ്രമോദിജി ഒന്നും ബർത്ത്ഡേക്ക്, എന്തായാലും ഓമിയുടെ ബർത്ത്ഡേക്ക് അവിടെ പോയി ഫോട്ടോ എടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ്, വലിയ സന്തോഷമുണ്ട്. പക്ഷേ മോദിജി ഒന്നും ബർത്ത്ഡേക്ക് വരാനുള്ള സാധ്യതയില്ല. അത്തരം പഹയന്മാരൊന്നും ഇവരുടെ കുടുംബത്തിലെ പരിപാടിക്കൊന്നും വന്ന് കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് അമ്മൂമ്മയാണ്. അമ്മൂമ്മയുമായിട്ട് ഇപ്പം അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല, എയറിലും ആയതുകൊണ്ട് അമ്മൂമ്മയും വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ പറഞ്ഞ കൊച്ചിനെ എടുത്തിട്ട് തിരിച്ചു വരാതിരിക്കുന്ന ആരായിരിക്കും? അത് മീനമ്മയെ തന്നെ ഉദ്ദേശിച്ചാണെന്നാണ് കമന്റുകളിൽ പ്രേക്ഷകർ പറയുന്നത്. അതായത് മീനമ്മയും മീനപ്പനും വന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നടത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഓസിമോ കൊണ്ടോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് തങ്ങളുടെ മകനെ തട്ടിയെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്തുന്നു. അതായത് അശ്വിൻ എന്ന് പറയുന്ന പഹയൻ തങ്ങളേറെ സ്നേഹിച്ച തങ്ങളുടെ പൊന്നോമനെ തട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ദത്തുപുത്രനെ പോലെ ഇവിടെ വളർത്തുന്നു. അത് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന കമന്റുകൾ, ആ കമന്റുകളിൽ ചില പൊരുത്തക്കേടുകൾ, അതായത് അശ്വിൻ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്?
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പം ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഏറ്റ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവും നമുക്ക് മാറ്റിവിടും. അപ്പം തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും, ഇപ്പം ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ ആകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കലും ഒക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി. ആലോചിച്ചൊക്കെ ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് മീനമ്മ അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ മറ്റാർക്കോ എടുത്തു കൊടുത്തിരിക്കുന്നു. പൊടി പിടിച്ച ഗിഫ്റ്റുകൾ. അതായത് ഒലുക്കാകെ ഗിഫ്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള 2 വ്യക്തികൾ മീനമ്മയും മീനപ്പനുമാണ്. ഓല് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ പോലും മറ്റാർക്കെങ്കിലും എടുത്ത് കൊടുത്തത് മാത്രമല്ല, ആദ്യ ബർത്ത്ഡേക്ക് അവരെ വിളിച്ചിട്ടുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അശ്വിൻ എന്ന് പറയുന്ന തങ്ങളുടെ മകന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വരാൻ കഴിയാതെ പോയ ആ ഒരു മാതാപിതാക്കൾ അതേ കുംഭകോണത്തോ മറ്റോ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് തന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ കാണേണ്ടി വന്ന ആ ഒരു അമ്മയുടെ അവസ്ഥ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ തന്നെയായിരിക്കാം മീനമ്മ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ഒരു വിഷയത്തിന് ക്ലാരിറ്റി വന്നിരിക്കുന്നു. പ്രേക്ഷകരായിട്ടുള്ള പഹയന്മാര് ഓല് വെറുതെ ഇരുന്നില്ല. ഓസിയോടുള്ള എല്ലാ ആരാധനയും ഓല അവഗണിച്ചുകൊണ്ട് കടുത്ത ഭാഷയില് പ്രേക്ഷകർ കമക്കുകൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. I think Vaishnav is the most lucky man on this planet. What an escape. Ashwin, please give respect to your family. Luxury won't buy Diya. എന്തൊക്കെ പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല. മണി കാൺ ബൈ കൾച്ചർ വാല്യൂസ്. അത് അങ്ങനെ ഒരു മണഗുണാഞ്ചൻ. കഴിഞ്ഞ ബ്ലോഗിൽ നെഗറ്റീവ് കമന്റ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. അശ്വിന്റെ ഫാമിലിയോട് ചെയ്ത് ഏറെ ദുഃഖകരം. വിദേശയാത്ര കുറയ്ക്കണം. എന്തുകൊണ്ടായിരിക്കാം മീനമ്മയെ വിളിക്കാതിരുന്നത്? പരസ്പരം സീരിയലിലെ സൂരജനെയാണ് ഓർമ്മ വരുന്നത്. അശ്വിനെ അനക്കെങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു? മോസ്റ്റ് ഓഫ് ദ നെഗറ്റീവ് കമന്റ് വിൽ ബി ഡിലേറ്റഡ്. വിദേശയാത്ര കുറച്ചണം. ദിയല്ല പ്രോബ്ലം, ശരിക്കും അശ്വിനാണ്. അയാളല്ലേ സ്വന്തം ഫാമിലിയെ വേണ്ട രീതിയിൽ ക്ഷണിക്കേണ്ടത്. ഇതെങ്ങനെ സാധിക്കുന്നു? അശ്വിനെ അനക്ക് ഹെവി PR വർക്ക് കമന്റ് ബോക്സിലുണ്ട്. മോശം കമന്റുകളൊക്കെ ഡിലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു നാറിയ വൃത്തികെട്ട ക്യാരക്ടറുള്ള ഫാമിലി ജീവിതത്തിൽ കണ്ടില്ല. അവനൊരു പാഴാണ്, മരപ്പാഴായ അശ്വിൻ. ദിയ നടക്കുന്നതും സിന്ധു നടക്കുന്നതും എവിടെ ഒരേപോലെ. എവിടെ എന്റെ പൂനൂൽ? ഭർത്താവ് ഓനാത്രേ ഭർത്താവ് ഉദ്യോഗത്തിന് ശമ്പളം മേടിക്കുന്ന പഹയൻ. കീപ് ഇറ്റ് അപ്പ്. അതായത് മിന്നൂസ് അടിച്ചിരിക്കുന്ന ഒരു കമന്റിൽ അതൊരു ശ്രദ്ധേയമായ കമന്റാണ്. അതിൽ പറയുന്നത് ഓന്റെ പൂണൂൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതായത് പൂണൂൽ അശ്വിൻ ഇട്ടിട്ടില്ല. നമുക്കറിയാം ഒരു ശുദ്ധ ബ്രാഹ്മണനായ ഒരു അഗ്രഹാര നിവാസിയാണ് നമ്മുടെ അശ്വിൻ. നമുക്കറിയാം ആ അശ്വിൻ പൂണൂൽ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കമന്റാണ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാ അയ്യോ കൊച്ചു നമ്മുടെ രാവിലെ 7 മണിക്ക് ഏറഞ്ഞിട്ടുള്ളതാക്കുന്ന ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ പൂണൂൽ ഉപേക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓന്റെ പൂണൂൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതായത് മനസ്സിലാക്കുന്നത് അശ്വിൻ തന്റെ കുടുംബ പാരമ്പര്യം എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരാളായി മാറിയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. നമ്മളിനി പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. ഇനി ഒരു വരവ് മീനമ്മയും മീനപ്പനും ഈ ഒരു ഫാമിലിയിലേക്ക് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഏറെ സംശയമാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മറുപടി ബ്ലോഗുമായി ഒരു വിഷയം മീനമ്മയോ മീനപ്പനോ ഇനിയെങ്കിലും വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നത് വെറുതെയാണ്. അത്തരത്തിലുള്ളൊരു റിയാക്ഷൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അവർക്ക് ബ്ലോഗില്ല. അത് മാത്രമല്ല അവർ ഇതുപോലെ ഏറിപ്പോൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവില്ല. എനിവേ ഏറെ ദുഃഖകരമായ രാജ്യം നടക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.
വരണ്ടാന്ന് പറഞ്ഞല്ലേ ചേച്ചി, ഇങ്ങടെ ബ്ലോഗ് അല്ലേ ഇത്, പോട്.